ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ഒരു സാധാരണയായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിന് ഇതേപോലുള്ള ഒരു സ്മാർട്ട് ഫോണിനെ എങ്ങനെയാണ് നമ്മൾ CCTV ക്യാമറ ആക്കി മാറ്റുന്നത്. നമ്മുടെ കയ്യിൽ ഇതേപോലെ രണ്ട് സ്മാർട്ട് ഫോൺ വേണം. ഒന്നിനെ നമ്മൾ ക്യാമറ ആക്കും, അതേപോലെ തന്നെ മറ്റൊരു മൊബൈൽ ഫോണിനെ നമ്മൾ അതിൻ്റെ വ്യൂവർ ആക്കും. അതായത് നമ്മൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിൽ കാണുന്ന വിഷ്വൽസ് ലൈവായിട്ട് നമുക്ക് മറ്റൊരു മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന രീതിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് CCTV ക്യാമറ ആക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ ഒരു വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. IP വെബ്ക്യാം എന്നാണ് ഇതിൻ്റെ പേര്. ഇതുപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ കിടപ്പുണ്ട്. നല്ലതാണെന്ന് തോന്നിയ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ രണ്ട് മൊബൈൽ ഫോണിൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഒന്നിൽ ക്യാമറ എന്നും ഒന്നിൽ വ്യൂവർ എന്നും സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് രണ്ടിലും സെറ്റ് ചെയ്തു. ഇവിടെ വൈഫൈ ഈസ് നോട്ട് കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈഫൈ ഒന്ന് കണക്ട് ചെയ്യണം. ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യുക, അതേപോലെ തന്നെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുക, അതേപോലെ തന്നെ മറ്റൊന്നിൽ നമ്മൾ വൈഫൈ കണക്ട് ചെയ്ത് സെറ്റാക്കണം. ഇപ്പോൾ നമ്മളിതാ ഇതേപോലെ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഏറ്റവും താഴെയായിട്ട് ഒരു IP അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു IP അഡ്രസ്സ് നമ്മളിതാ ഇവിടെ ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ IP അഡ്രസ്സ് എന്നുള്ളൊരു സംഭവം കാണുന്നുണ്ട് ക്യാമറ എന്നുള്ള ഒരു മൊബൈൽ ഫോണിൽ, വ്യൂവർ എന്നുള്ള ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ ഇതേപോലെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു IP അഡ്രസ്സ് തെറ്റാതെ കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നല്ലതായിട്ട് എല്ലാ മൊബൈൽ ഫോണിലും ഏകദേശം മൊബൈൽ ഫോണിലൊക്കെ വർക്കാവുന്നൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതേപോലെ സെറ്റാക്കി അടിച്ചു കൊടുത്താൽ ഇതേപോലെ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഒരു റൊട്ടേറ്റിംഗ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വരും, അല്ലെങ്കിൽ എൻ്റർ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിലുള്ള വിഷ്വൽസ് മറ്റേ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കും. യാതൊരു വിധത്തിലുള്ള ലാഗും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല ക്ലിയറും നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരു മൊബൈൽ ഫോണിൽ കാണുന്ന വിഷ്വൽസ് ക്യാമറയിൽ കാണുന്ന വിഷ്വൽസ് അതേപടി കറക്റ്റായിട്ട് മറ്റേ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കണം. കണ്ടോ, യാതൊരു വിധത്തിൽ ലാഗും കാര്യങ്ങളും യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു വിഷ്വൽസ് നിങ്ങൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടാവും. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാനും കഴിയും. കണ്ടോ, നമ്മളിപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലിയർ ഉണ്ട്. യാതൊരു വിധത്തിൽ ക്ലിയറിൻ്റെ കുറവോ യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിന് CCTV ക്യാമറ ആക്കുന്നൊരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ചാർജിങ് പോർട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ചാർജർ കണക്ട് ചെയ്തിട്ടാൽ മതി. ചാർജ് തീരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വ്യൂവർ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണാക്കിയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ലഭിക്കും. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടനോട് തൊട്ട് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തും കൂടി വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.